ചേച്ചി, നമ്മുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സന്തോഷത്തിന് ഇരട്ടി മധുരമേകാനായിട്ട് ഇന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് പെൺകുട്ടികൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വരാൻ പോവാണ് നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട്. അതും ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഡാൻസ് ആണെങ്കിലും ഈ ഡാൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. വിളക്കാട്ടം എന്നാണ് ഈ ഡാൻസിന് പറയാ. ഡീറ്റെയിൽസ് എന്താണ് നമുക്ക് അവർ വന്നാലേ ആണ് കറക്റ്റ് ആയിട്ട് അറിയുള്ളൂ. എന്താണ് നമുക്ക് കണ്ട് തന്നെ അറിയാം. അപ്പൊ ആ ഒരു ഗ്രൂപ്പിനെ ഞാൻ ഈ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ ലെറ്റ്സ് വെൽക്കം നാട്യാഞ്ജലി. അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ഇനി എവിടെന്നാ വരുന്നത് അത് പറയൂ. നിങ്ങളുടെ നാട് ഏതാണ്? എല്ലാവരുടെയും പാടി ഓടിച്ചാൽ പാടി കഴിഞ്ഞാൽ അപ്പൊ ഓടിക്കും ആ നാട്ടിൽ, അങ്ങനെയാണോ? കണ്ണൂരാണ് അപ്പൊ ബേസിക്കലി അല്ലേ? അപ്പൊ കണ്ണൂരിന്റെ, അതായത് കണ്ണൂര് പൊതുവെ ഒരുപാട് കലകളുള്ള ഒരു സ്ഥലമാണ് കണ്ണൂര്. എനിക്ക് തോന്നുന്നു കൂടുതലും ഇങ്ങനെ ട്രഡീഷണൽ ആർട്ട് ഫോംസ് ഒക്കെ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ആ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു നാടും കൂടിയാണ് കണ്ണൂർ. ഈ കളരിയും ഇതുപോലത്തുള്ള തെയ്യം അതൊക്കെ. ചേച്ചിക്ക് എന്താണ് കണ്ണൂരിനെ കുറിച്ചിട്ട്, കണ്ണൂരിൽ നിന്ന് വന്ന ഈ പെൺപടയോട് ചോദിക്കാനുള്ള? കണ്ണൂർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുടെ നാടാണ്. അങ്ങനെ തന്നെയല്ലേ നിങ്ങളെല്ലാരും? അല്ലേ? യെസ്. അപ്പൊ ഇവരുടെ ഒരു സ്ട്രോങ് പെർഫോമൻസ് കാണാൻ നമ്മൾ പോകും. അതിനു മുമ്പ് നമുക്ക് ഈ വിളക്കാട്ടം എന്ന് പറയുന്നത് ഞങ്ങൾക്കെല്ലാം ഒരു പുതിയതായിട്ട് കേട്ട് കേൾവിയുള്ള സംഭവമാണ്. എന്താണ് ഈ വിളക്കാട്ടം? കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ കണ്ടുവരുന്ന ഒരു പ്രധാന ഡാൻസ് ആണ് വിളക്കാട്ടം. പ്രധാനമായും ഉത്സവങ്ങളിൽ മാത്രമാണ് ചെയ്യാറ്. കൃത്യമായ ഈ വ്രതം എടുത്തിട്ട് ആണ് ചെയ്യുന്നത്. അങ്ങനെ വേണം ചെയ്യാൻ. അതായത് നമ്മള് തെയ്യം ഒക്കെ കെട്ടുന്ന പോലെ നല്ലപോലെ വ്രതം എടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ ഇത് പഠിപ്പിച്ചത് ആരാണ്? നിങ്ങളുടെ ഗുരുവിന്റെ പേര്? ശ്വേത ടീച്ചറാണോ വന്നിരിക്കുന്നത്? യെസ്. അപ്പൊ നമുക്ക് എന്നാ അവരെ കൂടി പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പൊ ശ്വേത ടീച്ചർ, എങ്ങനെയാണ് ഈ കുട്ടികളെ വിളക്കാട്ടം പഠിപ്പിച്ചതും അവരുടെ അടുത്തത് പറഞ്ഞ് പഠിപ്പിച്ചത് എങ്ങനെയാ? ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നതാണ്. ആദ്യം തലയിൽ മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ധൈര്യം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഒരു പറഞ്ഞു നോക്കാം, നല്ല ധൈര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ തലയിൽ കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എന്നാ നമുക്ക് കയ്യിലും കൂടി കത്തിച്ച് നോക്കിക്കൂടെ, ജസ്റ്റ് ട്രൈ, ഒരു ധൈര്യം. അപ്പോൾ തലയിലും കത്തിച്ചു കൊടുത്തിട്ടില്ല, കയ്യിലും കത്തിക്കാണ്ട് വെച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞപ്പോ ഇവർക്ക് തന്നെ ധൈര്യം എന്നോട് പറഞ്ഞു കത്തിച്ച് തന്നെ ചെയ്യാം. ബാക്കിയുള്ളത് ഇവരുടെ ഒരു പകുതി, ഒരു 60% ഞാൻ റിസ്ക് എടുത്തപ്പോ ബാക്കിയുള്ള 40% ഇവരും, 100% ഇവരുടെ പേരൻസ്. ഓ അടിപൊളി. അതെ അതെ, പേരൻസ് സമ്മതിച്ചില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. വിളക്ക് സ്റ്റേജിൽ ചെയ്യുന്ന സമയത്ത്, ഫസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് താഴെ വീണ് മുടിക്ക് വരെ കത്തിയൊരു ഇതുണ്ട്. പക്ഷെ എന്നാലും രക്ഷിതാക്കൾ പറയുന്ന കുഴപ്പമില്ല, ഞങ്ങൾ അവര് കൂടെ വന്ന് ചെയ്തു. മനസ്സിലായി. എത്ര വർഷമായി ഇപ്പൊ ഈ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു? ഇപ്പോ 7 വർഷത്തോളമായി പ്രാക്ടീസ് തുടങ്ങിയിട്ട് 5 വർഷത്തോളായിട്ട് സ്ഥിരം ചെയ്യാറുണ്ട്. ഓക്കെ ശരി. ഇനി ഇതാരാണ് കൂടെ വന്നിരിക്കുന്നത്? എന്റെ ഹസ്ബൻഡാണ്. ചേട്ടന്റെ പേര് പറഞ്ഞോളൂ. എന്റെ പേര് ഷിജു. ചേട്ടന് ഇതുപോലെ ഡാൻസ് ഉണ്ടോ അതെയോ സപ്പോർട്ടിങ് മാത്രമുള്ളൂ? സപ്പോർട്ടിങ് ഉണ്ട്, നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.